ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ പൊതിച്ചോറ് ഷോർട്സിനകത്ത് കണ്ടല്ലോ. പൊതിച്ചോറിൻ്റെ നമ്മൾ പൊതിച്ചോറ് കെട്ടുന്നതും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് കാഴ്ചകളും ആദ്യയുടെ റിവ്യൂ ഫീഡ്ബാക്കൊക്കെയാണ് നമ്മളിതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല മഴയായിരുന്നു. ഇല വെട്ടാൻ പോയപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. കാര്യം അത്രയും ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇലക്കകത്ത് തന്നെ കഴിക്കണമല്ലോ. ഞങ്ങൾ ഇല വെട്ടി കൊണ്ടുവന്ന് നല്ലതായിട്ട് കഴുകി അത് വാട്ടി. അപ്പോൾ എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പാടുകൊണ്ടിട്ടാണ് ഞാൻ വാട്ടുന്നൊന്നും എടുക്കാൻ. ഇല വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. അതായത് നമ്മൾ ഇലയെല്ലാം നീറ്റാക്കി തുടച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ കെട്ടിയിട്ട് ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. അപ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളെല്ലാം അത്ര സ്മെല്ല് വരും. അപ്പം അതിലേക്ക് എന്നിട്ട് ചൂട് ചോറിട്ടിട്ട് ഇന്ന് എടുത്തേക്കുന്നത് ഞങ്ങൾ ചൂട ഫ്രൈയും, അതായത് നെത്തോലി ഫ്രൈ. ഞാൻ പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഷോർട്സിനകത്ത് പറഞ്ഞില്ലേ, എനിക്ക് ചോറിന് ഉപ്പിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ഫീലിങ്ങാണ്. അപ്പം ഞാൻ മസ്റ്റായിട്ട്, വേറെ ഇനി കറികൾ കുറഞ്ഞാൽ പോലും കുഴപ്പമില്ല, പക്ഷേ ഉപ്പ് മസ്റ്റായിട്ട് വേണം എനിക്ക്. അപ്പം നെത്തോലി ഫ്രൈ ചെയ്തതുണ്ട്, നെത്തോലി പറ്റിച്ചതുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ചൂട പറ്റിച്ചത്, നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു ചമ്മന്തി. മുട്ട വറുത്തത്, പിന്നെ മുട്ട വറുത്തതിനകത്ത് ഞാൻ ഉള്ളി ഇടാറില്ല. കാര്യം ആദ്യമൊക്കെ ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല. അപ്പം സാധാരണ ഉള്ളി അങ്ങനെ ഇടാറില്ല. ഞങ്ങൾ രണ്ടുപേരുടെ കഴിക്കാനും വേണ്ടിയിട്ടല്ലേ പാക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ലല്ലോ, അവൻ കുഞ്ഞല്ലേ. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഇത് ചെയ്യുന്നത്. പിന്നെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ അവനുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മോരുകറി പിന്നെ ഇതിൽ ഒഴിക്കാൻ പറ്റില്ല. അത് കാരണം ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കായിരുന്നു. നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് നമുക്കിത് ചെയ്യാമെന്നുള്ള രീതി. എൻ്റെ മക്കളെ ഇത്രയും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ആദ്യക്കാണെങ്കിലും എനിക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റിനുള്ളിലെങ്കിലും നമുക്കത് കഴിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഞങ്ങളത് കെട്ടി ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് ഞങ്ങൾ ഓപ്പണാക്കി അവന് ഞാൻ വാരി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് ഓപ്പണാക്കിയപ്പോഴത്തേക്കിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്ര സ്മെല്ലായിരുന്നു. ആ വാഴയിലയിൽ എണ്ണയൊക്കെ അങ്ങോട്ട് സെറ്റായാലും അവൻ നല്ല സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത്. അവന് ക്യാമറയ്ക്ക് മുമ്പിലോട്ട് വരാൻ നാണമുണ്ട് കേട്ടോ. പിന്നെ ഞാനവന് വാരി കൊടുക്കുകയാണേ. അതിനകത്ത് അവൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളിലൊക്കെ നമ്മളത്ര ആഗ്രഹിച്ച് കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ടേസ്റ്റിലൊന്നുപരി നമ്മൾ ഓരോ ഇങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ആദ്യ ഫുഡ് കഴിച്ചിട്ട് ആദ്യയുടെ അഭിപ്രായമാണ് ആദ്യം പറഞ്ഞത്.